ശ്രീമതി അനിതകുമാരി കൂടി ചേരുകയാണ്. സാമ്പത്തിക രംഗത്തെ വിദഗ്ധയാണ്. അനിതകുമാരി, ആദ്യഘട്ടത്തെ ചർച്ച താങ്കൾ കേട്ടിട്ടില്ല എന്ന് ഞാൻ കരുതുകയാണ്. പക്ഷേ എങ്കിലും അവസാന ഭാഗത്തേക്ക് ഇപ്പോൾ ശ്രീമതി ശൈലജ ടീച്ചറും മേരി ടീച്ചറും ഒക്കെ പറഞ്ഞത് താങ്കൾ കേട്ടിട്ടുണ്ടാകും. നോക്കൂ, പൊതുവിൽ എല്ലാ തവണയും ഒരു ബജറ്റ് അവതരിപ്പിച്ച ശേഷം വരാവുന്ന വലിയ വിമർശനങ്ങളുണ്ട്. പ്രത്യേകിച്ചും ഒരു തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പ്രഖ്യാപിക്കുന്ന ബജറ്റിൽ ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകതയായി തോന്നുന്നത് അത്തരം വലിയ വിമർശനങ്ങൾക്ക് ഇട നൽകാത്ത നിലയിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അത്തരം പ്രഖ്യാപനങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു ബജറ്റ് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ്. പൊതുവിൽ അങ്ങനെയാണോ താങ്കൾ പ്രാഥമികമായി വിലയിരുത്തുന്നത്? ഈ ബഡ്ജറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തിലെ ഓൺ റവന്യൂ മൊബിലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ശ്രമം കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായത് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് മനസ്സിലാവുന്നത് കേരളത്തിൽ ഓൺ റവന്യൂ മൊബിലൈസേഷൻ, അതായത് നമ്മുടെ ടാക്സ് റവന്യൂ, ഓൺ ടാക്സ് റവന്യൂ എന്നും ഓൺ നോൺ ടാക്സ് റവന്യൂ എന്നും നമ്മൾ മൊബിലൈസ് ചെയ്ത് ഏകദേശം 75% കൂടുതൽ വരുന്നുണ്ട്. അപ്പം മറ്റ് സംസ്ഥാനങ്ങളുടെ നോക്കുമ്പോൾ ഒരു ഓൾ സ്റ്റേറ്റ് ആവറേജ് 65-ലൊക്കെ താഴെയാണ്. അപ്പം തീർച്ചയായിട്ടും ഇത്രയും വലിയൊരു ബുദ്ധിമുട്ടുള്ള കാലത്ത്, ഇപ്പം മുൻപ് ശൈലജ ടീച്ചർ പറഞ്ഞതുപോലെ മോശമായിട്ടുള്ള ഒരു കാലത്ത് നമുക്കൊരു വലിയൊരു പ്രളയം വന്നു, അതുകൂടാതെ കോവിഡ് എല്ലാവർക്കും വന്ന പോലെ വന്നു. അപ്പം കേരളത്തിന് ഡബിൾ ഷോക്കാണ് വന്നത്. അപ്പം ഈ ഡബിൾ ഷോക്ക് ഉണ്ടായിരുന്ന കാലഘട്ടത്തിലും നമ്മൾ അതിനെയൊക്കെ അതിജീവിച്ച് ഇത്രയും വലിയൊരു നല്ലൊരു ആരോഗ്യ സംരക്ഷണവും ഒക്കെ നടത്തി താങ്കൾ കോവിഡും പ്രളയവും പറഞ്ഞതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാനപ്പോൾ പെട്ടെന്ന് ഓർത്തൊരു കാര്യം, അതുകൂടി കണക്ട് ചെയ്ത് താങ്കൾ അത് പൂർത്തിയാക്കിക്കോളൂ, പിന്നീട് ഞാൻ ഇടപെടില്ല. അതായത് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ സാമ്പത്തിക സർവേ റിപ്പോർട്ട് വെക്കുമ്പോഴായാലും മുൻ വർഷങ്ങളെ അപേക്ഷിച്ച്, മുൻ സാമ്പത്തിക വർഷങ്ങളെ അപേക്ഷിച്ച് കേരളം അല്പം കൂടി മെച്ചപ്പെട്ട സാമ്പത്തിക സ്ഥിതിയിലേക്ക് എത്തി എന്നൊരു പൊതു വിലയിരുത്തലുണ്ടല്ലോ. അപ്പോൾ ഇതിന് മുൻപുള്ള കാലയളവ് ഏതായിരുന്നു? താങ്കൾ ഈ പറഞ്ഞതുപോലെ ചില പ്രതിസന്ധികളൊക്കെ കേരളം അഭിമുഖീകരിച്ചിരുന്ന കാലയളവാണ്. അപ്പോൾ സ്വാഭാവികമായും ആ കാലയളവിൽ നമുക്ക് വലിയ നിലയിൽ സാമ്പത്തിക രംഗത്ത് പിന്നോക്കം പോകുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അതുമായി താരതമ്യം ചെയ്യുമ്പോൾ മാത്രമാണോ നമ്മൾ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ള ഒരു മികവിലേക്ക് എത്തിയിട്ടുള്ളത്? അതായത് താരതമ്യത്തിന്റെ പോയിന്റ് ഏതാണെന്നുള്ളത് പ്രധാനമാണല്ലോ. അങ്ങനെ മാത്രമാണോ കാണാൻ സാധിക്കുന്നത്, അതോ അതിലപ്പുറം നമുക്ക് ലഭ്യമായ സാഹചര്യങ്ങൾക്ക് അനുസൃതമായ ഒരു വളർച്ച കേരളത്തിന്റെ സാമ്പത്തിക രംഗത്തുണ്ടായിട്ടുണ്ട് എന്ന് തന്നെ കരുതണോ, എന്ന് തന്നെ കാണാം? അതിനെ നമുക്ക് രണ്ട് രീതിയിൽ കാണാം. തീർച്ചയായിട്ടും ഒരു വലിയൊരു ഇടിവ് ഉണ്ടായതിനു ശേഷം ഉണ്ടായുള്ള ഒരു ജമ്പും, അതേസമയം ആ സമയത്ത് നമുക്ക് റവന്യൂ കുറഞ്ഞെങ്കിൽ എക്സ്പെൻഡിച്ചർ നമ്മൾ കുറച്ചിട്ടില്ല. ഒരു മേഖലയിലും എക്സ്പെൻഡിച്ചർ കുറയ്ക്കാതെയാണ് നമ്മൾ മുന്നോട്ട് വന്നത്. അതിപ്പം മേരി ടീച്ചറിന് ചിലപ്പോൾ എന്നോട് കുറച്ച് വിയോജിപ്പ് കാണും, എങ്കിൽ പോലും ഞാൻ ബഹുമാനത്തോടെ പറയുകയാണ്, നമ്മൾ വളരെ ആ ഒരു എക്സ്പെൻഡിച്ചർ കട്ട് വരുത്താതെയാണ് ഇത്രയും നാൾ മുന്നോട്ട് പോയത്. പിന്നെ ഈ റവന്യൂവിൽ ഇത് പറയുമ്പോൾ നമ്മൾ നോക്കണം, സെൻട്രിൽ നിന്ന് കഴിഞ്ഞ വർഷം നമുക്ക് ഗ്രാൻസിന് എയ്ഡായിട്ട് ഈ 24-25 തന്നെ -6.12ൻ്റെ ഡിക്ലൈൻ ഉണ്ടായി. ഈ തൊട്ട് മുൻ വർഷത്തിലും ഗ്രാൻസിന് എയ്ഡ് വലുതായിട്ട് കുറഞ്ഞു. അപ്പം സ്റ്റേറ്റിൻ്റെ ഓൺ റവന്യൂ വെച്ചിട്ടാണ് ഇതെല്ലാം മാനേജ് ചെയ്യുന്നത്. ഏകദേശം ഇപ്പോൾ ഇപ്രാവശ്യത്തെ ബഡ്ജറ്റ് നോക്കുകയാണെങ്കിൽ സമഗ്ര മേഖലയും ടച്ച് ചെയ്തിട്ടുണ്ട്, ചെയ്യാവുന്ന പരമാവധി ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ തന്നെ നമുക്കറിയാം, കോളേജിൽ ഡിഗ്രി വരെ പഠിക്കുന്ന ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ കുട്ടികൾക്ക് നമ്മൾ ഫ്രീ എഡ്യൂക്കേഷൻ കൊടുക്കുകയാണ്. കാരണം ഈ സ്ഥലത്തൊക്കെ നമ്മൾ കൂടുതൽ യൂസർ ഫീ വാങ്ങണമെന്ന് ഞാൻ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ള അവസരത്തിലാണ് ഒരു തരത്തിലുള്ള അഡീഷണൽ റവന്യൂവിൻ്റെ മൊബിലൈസേഷൻ നടത്തി ജനങ്ങൾക്ക് ഭാരം ഉണ്ടാക്കാതെ എങ്ങനെയാണോ എഫിഷ്യൻസി കൂട്ടിയാണ് നമ്മളിപ്പം ഈ കാണിച്ചിരിക്കുന്ന കൂടുതൽ റവന്യൂ മൊബിലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു ഈ ഫിനാൻസിൽ നിൽക്കുന്ന ഒരാളെന്ന രീതിയിൽ എനിക്ക് തോന്നുന്നത്. ശരി, ഈ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ പ്രഖ്യാപനങ്ങൾ എന്നുള്ളത് പൊതുജനത്തെ ധരിപ്പിക്കേണ്ട ആളുകൾ തന്നെ പക്ഷേ പലപ്പോഴും ആ പോയിന്റിനെ തെറ്റായ നിലയിൽ വ്യാഖ്യാനിക്കുന്നതാണ് പൊതുവിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. സമീപകാല ചരിത്രമൊക്കെ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഏറ്റവും ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. ഈ ബജറ്റുമായി ബന്ധപ്പെട്ട ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം, DA കുടിശ്ശിക കൊടുത്തു തീർക്കുമെന്നത് അടക്കമുള്ള പ്രഖ്യാപനങ്ങൾ വരുമ്പോൾ ഉദ്യോഗാർത്ഥികളിൽ അല്ലെങ്കിൽ സർക്കാർ ജീവനക്കാരിൽ അവർക്ക് മറ്റു ചില ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ അതിനെ പൂർണ്ണമായും അവഗണിച്ചു എന്ന നിലയിലേക്ക് ഈ ബജറ്റിന് ശേഷമുള്ള വ്യാഖ്യാനങ്ങൾ മാറുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സമൂഹത്തിൽ എങ്ങനെയാണ് ഈ നിലയിൽ കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ കഴിയുക എന്നതൊരു ചോദ്യമല്ലേ? അത് പറയുന്നതിന് മുമ്പേ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതായത് ഈ സ്റ്റുഡൻറ് മൈഗ്രേഷൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മേരി ടീച്ചർ. അത് 23-ലെ മൈഗ്രേഷൻ സർവേ അനുസരിച്ചിട്ട് നമ്മുടെ കേരളത്തിൽ കൂടുതലാണ്. പക്ഷേ 24-25 പുതിയ റിപ്പോർട്ട് വന്ന അനുസരിച്ച് നമ്മുടെ പുറത്തോട്ട് സ്റ്റുഡൻസ് പഠിക്കാൻ പോകുന്നതിൽ കുറവുണ്ടായിട്ടുണ്ടെന്നുള്ള ഒരു ഇത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ R&Dയുടെ കാര്യത്തിൽ R&Dയുടെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ശരിക്കും അതിൻ്റെ ഒരു ഡെഫിനിഷണൽ ഇഷ്യൂ ആണ്. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ സെക്ടറിലും അല്ലെങ്കിൽ ഓരോ മേഖലയിൽ നടത്തുന്ന ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളും പ്രത്യേകമായിട്ട് നടത്തുന്ന ഈ ഒരു റിസർച്ച് ഡെവലപ്മെൻറ്റിനുള്ള കാര്യങ്ങളൊന്നും ഈ കോമൺ ആയിട്ടുള്ള R&D ഡെവലപ്മെൻറ്റിൽ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ
വലിയൊരു എക്സ്ക്ലൂഷൻ അതിനകത്തുണ്ട്. അതുകൊണ്ട് ഈ കാണുന്ന R&D കുറവാണെന്ന് പറയുന്നത് നമുക്ക് മറ്റ് പല സെക്ടേഴ്സിൽ നമ്മൾ ഓൾറെഡി ഇപ്പോൾ കിബി വഴിയാണെങ്കിലും അല്ലാതെ ആണെങ്കിലും മറ്റ് ഡീസെൻട്രലൈസേഷൻ വഴി ചെയ്തിട്ടുള്ളതാണെങ്കിലും പലതരത്തിലുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് നമ്മൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇൻക്ലൂസീവായിട്ട് വന്നിട്ടില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി, ആ സമയത്താണ് ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അതായത് കേരളത്തിൽ ഫീമെയിൽ പാർട്ടിസിപ്പേഷൻ റേറ്റ് കുറവാണെന്ന് ജനറലി പറയും. ഇപ്പോൾ ശൈല ടീച്ചറൊക്കെ പറഞ്ഞതുപോലെ നമ്മുടെ കുടുംബശ്രീയിൽ എത്രമാത്രം വിമൻ വർക്കേഴ്സ് ഉണ്ട്. പക്ഷേ ഇതൊന്നും തന്നെ, അതും ഒരു ഡെഫിനിഷണൽ ഇഷ്യൂ ആണ്. അതൊന്നും തന്നെ എവിടെ വരുന്നില്ല, ഫീമെയിൽ പാർട്ടിസിപ്പേഷൻ്റെ ആ ഒരു ജനറൽ ഡെഫിനിഷനിൽ വരുന്നില്ല. അപ്പോൾ ഈ ഒരു രണ്ട് കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മുടെ കേരളത്തിൻ്റെ ആ ഒരു വിമൻ ഇതിൻ്റെ ഒരു ഫീമെയിൽ പാർട്ടിസിപ്പേഷൻ നോക്കാനെന്നുള്ളത് ഒരു കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ യൂസർ ഫീ കൂട്ടുക, അല്ലെങ്കിൽ അതൊക്കെ ഒരു ഇത് പല കമ്മിറ്റികളും പലതും പറഞ്ഞിട്ടുള്ളതാണ്. മാത്രമല്ല ഇപ്പോൾ DAയുടെ പ്രശ്നമാണല്ലോ പറഞ്ഞത്. അപ്പം സംസ്ഥാന ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കേന്ദ്രം പ്രഖ്യാപിക്കുന്ന DA അരിയറുകൾ ഇത്രയും ഇതായിട്ട് കുടിശ്ശിക കിടക്കുന്നു. അതിൻ്റെ 21 മുതലുള്ള DA അരിയർ നമ്മൾ കൊടുത്തിട്ടില്ല. പല പ്രശ്നങ്ങൾ കൊണ്ടാണ്, സാമ്പത്തികത്തിൻ്റെ അന്നൊക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പോഴാണ് DA പ്രഖ്യാപിച്ചത്. അപ്പോൾ അതിലൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം, തീർച്ചയായിട്ടും ജീവനക്കാർക്ക് DA കുറച്ച് ഡിലേ വന്നാലും അവർ അരിയർ ഉൾപ്പെടെ കൊടുക്കണം. കാരണം ഇവരുടെ കൗണ്ടർ പാർട്ട് സെൻട്രൽ ഗവൺമെൻറ്റിലും അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലുമൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അവരെക്കാൾ മികവുള്ളവരാണ് നമ്മുടെ സിവിൽ സർവൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്കത് കിട്ടാതിരിക്കുന്നു എന്ന് പറയുമ്പം അവരുടെ മൊറലിനെ അത് ബാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഗവൺമെൻറ് അത് കണക്കിലെടുത്ത് തന്നെയാണ് ഇപ്പം കൊടുത്തിരിക്കുന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത്. പിന്നെ ശമ്പള പരിഷ്കരണത്തിൻ്റെ കാര്യം ഒരു പൊളിറ്റിക്കൽ ഡിസിഷനാണ്. മേരി ടീച്ചർ എനിക്കറിയാം അതിനെ എതിർക്കുമെന്നറിയാം. കാരണം പബ്ലിക് എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റിയിൽ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് 10 വർഷം കഴിയുമ്പോഴേ അത് എടുക്കാവൂ എന്നുള്ളത്. പക്ഷേ എങ്കിലും അതൊരു പൊളിറ്റിക്കൽ ഡിസിഷനാണ്. ഗവൺമെൻറ് 5 വർഷത്തിലൊരിക്കൽ പേർവിഷം പ്രഖ്യാപിക്കുന്നു എന്നും അത് കൊടുക്കുന്നു എന്നുള്ളത്. അപ്പം അതിന് വേണ്ടിയിട്ട് ശരിക്കും നമുക്ക് എഫിഷ്യൻസി കൂട്ടി ഈ അരിയറൊക്കെ കിടക്കുന്നതൊക്കെ എമൗണ്ടുകൾ പിരിച്ചെടുത്ത് പൈസ കണ്ടെത്താൻ പറ്റും. അതോടൊപ്പം ഇവിടെ നമ്മൾ ഈ പ്രാവശ്യത്തെ ബഡ്ജറ്റിൽ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സെൻട്രൽ ഗവൺമെൻറ് നമുക്ക് 16th ഫിനാൻസ് കമ്മീഷൻ വരുമ്പോൾ സെൻട്രൽ ഷെയറായിട്ട് കുറച്ച് കൂടുതൽ എമൗണ്ട് പെർസെൻറ്റേജ് കിട്ടാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു കാര്യവും കൂടെ പരിഗണിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഗ്രാൻഡ് നീഡിലാണെങ്കിലും ഫിനാൻസ് കമ്മീഷൻ ഒരു ഫേവറബിൾ സ്റ്റെപ്പ് നമുക്ക് എല്ലാവർക്കും സംസ്ഥാനങ്ങൾക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ കുറച്ച് കൂടുതൽ എമൗണ്ട് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഗവൺമെൻറ് ഓൺ റവന്യൂ മൊബിലൈസേഷൻ കൂട്ടുന്നതിനോടൊപ്പം ഈ സെൻട്രൽ ട്രാൻസ്ഫറും കൂടെ കിട്ടിയാൽ, കാരണം ഒരു ഫെഡറൽ സ്ട്രക്ചറിൽ അത് ഏറ്റവും അത്യാവശ്യമാണ്, അത് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ശരി.